വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ കഥയല്ല. ആ ദുരന്തത്തിന് ശേഷം നമ്മുടെ ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെക്കുന്ന അതിഭീകരമായ ദുരന്തത്തിന്റെ കഥയാണ്. അത് ഇന്നലെ മുതൽ അനുഭവിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, അവിടെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്, പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത്. 200ഓളം ആൾക്കാരുടെ മൃതദേഹങ്ങൾ അങ്ങനെ തന്നെ കിട്ടി. പിന്നെ 250-300 പേര് ഇനിയും കണ്ടെത്താനുണ്ട്. ഇത് കണക്കാണ്, തിരിച്ച് അറിയാവുന്ന ഒരു കണക്ക് മാത്രമാണ്. പക്ഷേ എത്ര പേരുണ്ടായിരുന്നുവെന്നോ, എത്ര പേർ മരിച്ചുവെന്നോ, എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നോ യാതൊരു കണക്കും സത്യത്തിലില്ല. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവിടെ വന്ന ടൂറിസ്റ്റുകൾ ഒക്കെ വേറെ. കാരണം എല്ലാ രേഖകളും മണ്ണിനടിയിലായി. ഓരോ കുടുംബങ്ങൾ ഒന്നാകെ മണ്ണിനടിയിലായി. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്രയൊക്കെ ജീവാപായം സംഭവിച്ചിട്ടും 100-ന് താഴെ ആൾക്കാരെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത്രത്തോളം ഭീകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. പലരും കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി. ആ ശരീരാവശിഷ്ടങ്ങൾ പോലും പട്ടാളം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. മുണ്ടക്കൈയിലേക്ക് പോകാൻ വേലിപ്പാലം ഒക്കെ ശരിയായതോടുകൂടി ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു ചെല്ലുകയും വലിയ തോതിൽ ഏറ്റവും വലിയ ഭീകരാവസ്ഥ അവിടെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ ഭീകരാവസ്ഥ പറയാൻ വേണ്ടിയിട്ടല്ല. ഈ ഭീകരാവസ്ഥയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം, അവർക്ക് ആവശ്യമായ ഗ്ലൗസുകൾ, മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ, അതുപോലെ 2-3 ദിവസമായതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരങ്ങൾ ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഇതിനെല്ലാം നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? അവരുടെ ജീവൻ നിലനിർത്തിയാൽ മാത്രമാണ് ഈ വരുന്നവർക്ക് സേവനം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവരും ദുരന്തമുഖത്താണ്. ദുരന്തമുഖത്ത് ഈ രക്ഷാപ്രവർത്തകരും അതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ടവരും മാത്രമല്ല, അവർക്ക് വേണ്ടി സന്നദ്ധ സേവനം നടത്തുന്ന സാധാരണക്കാരുമുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം സമീപ ജില്ലകളിൽ നിന്ന് ഓരോ കൂട്ടങ്ങൾ, സന്നദ്ധ സേവാ പ്രവർത്തകരെല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം കൃത്യമായി ആ ഒരു കോർഡിനേഷൻ കൂടി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇതിനിടയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നത്. ആ പ്രസ്താവന ഒന്ന് കേട്ടതിന് ശേഷം നമുക്കൊന്ന് പോവാം. ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ്, ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട്. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക. ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. നോക്കൂ, ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം ആകെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. മര്യാദയ്ക്ക് നടന്നു വന്നിരുന്ന രക്ഷാപ്രവർത്തനങ്ങൾ, അവിടെ മര്യാദയ്ക്ക് വന്നിട്ടുള്ള അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ഫുഡ് സംവിധാനങ്ങൾ, അവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ കൃത്യമായി എത്തിയിരുന്നതെല്ലാം അവതാളത്തിലായി, മൊത്തം താളമില്ലാതെയായി, ഒന്നും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അതായത് മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് രാജകൽപ്പനയായിട്ട് കാണുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. ഈ രാജാവ് ഇവിടുത്തെ പ്രജകളുടെ കാര്യസ്ഥനാണ് എന്ന് മനസ്സിലാക്കാതെ ഈ ഉദ്യോഗസ്ഥർ അങ്ങനെ പെരുമാറിയപ്പോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും നിലവിൽ ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടു വന്നവരുമൊക്കെ ദുരിതത്തിലായി എന്നുള്ളതാണ് വസ്തുത. കാരണം അവിടേക്ക് ഒരു സാധനങ്ങളും ഇനി നിങ്ങൾ കൊടുക്കാൻ പാടില്ല, നേരിട്ട് കൊടുക്കാൻ പാടില്ല, ഒറ്റയ്ക്കും കൂട്ടവുമായി കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വസ്ത്രം കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല. പകരം അതിനുള്ള പണമെല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങ് തള്ളിക്കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പണം ഈ അവരിലേക്ക് എത്തുമ്പോൾ, ഈ പറഞ്ഞ ജീവൻ രക്ഷാ പ്രവർത്തകരിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഏത് കാലത്താണ് എത്തുക? ഇപ്പോ ഓരോ കളക്ടറേറ്റുകളിൽ കൂടിക്കിടക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ് അവിടെ കിടക്കുകയാണ്. അത് എവിടേക്കും പോകുന്നില്ല, ആവശ്യക്കാർക്ക് എത്തുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തകർക്കിടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നത് അവർ ഉദ്യോഗസ്ഥരെ അല്ല അറിയിക്കുന്നത്. ഓരോരുത്തരും അവരുടെ മൊബൈലിൽ ഓരോ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാവും. ആ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അറിയിക്കും. അവർ വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്യുന്നത് എത്രയും വേഗം അവിടെ എത്തിക്കാനുള്ള ഒരു ഏകോപനമാണ് ശരിക്കും വേണ്ടത്. ആ ഏകോപനം വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് KSRTC ബസ്സോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സംവിധാനങ്ങളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ എത്തിച്ച് അവിടെ നിന്ന് ആവശ്യമുള്ള മേഖലയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതൊന്നും ഇപ്പൊ പറ്റില്ല. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വയനാട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് കണ്ണൂർ കളക്ടർ കൊണ്ടുപോകാൻ പറ്റില്ല, വയനാട്ടിലേക്ക് സാധനം അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് സാധനങ്ങൾ അവിടെ എത്തേണ്ട ജീവൻ രക്ഷാ ഉപകരണങ്ങളും മറ്റും എങ്ങനെ അവിടെ എത്തുമെന്നതിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന കൊടുത്തോളൂ,
അത് അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. പക്ഷെ ഇപ്പോൾ നടക്കുന്ന അവിടുത്തെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങളും ആര് കൊടുക്കും? അത് എവിടെ നിന്ന് കണ്ടെത്തും? ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കി എല്ലാ ആവശ്യമായ സാധനങ്ങൾ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അവിടെ കൃത്യമായി എത്തിച്ചുകൊണ്ട് ഈ ദുരിത പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഇവിടെ വേണ്ടത്. എന്നാൽ അത്തരം സിസ്റ്റം ഉണ്ടാക്കുന്നതിന് പകരം അത് ഏതെങ്കിലും വിധത്തിൽ അത് നടത്തിക്കൊണ്ട് പോകുന്ന വിഭാഗങ്ങളെ നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണ്ട, നിങ്ങൾ ഇനി വസ്ത്രം എടുക്കണ്ട, നിങ്ങൾ ഇനി മെഡിക്കൽ ഉപകരണങ്ങളൊന്നും ചെയ്യണ്ട, ചീഞ്ഞു നാറിക്കോട്ടെ എന്ന്, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവന, ഈ ഒരു പ്രസ്താവന കൊണ്ട് ആകെ അപതാളത്തിലായി എന്ന് മാത്രമല്ല ഇപ്പോ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, കൂടുതൽ ഗുരുതരമാണ്. അതായത് നിലവിലുണ്ടായ അപകടമുണ്ടല്ലോ, ആ ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തത്തിന്റെ ഭീകരത എത്രയാണോ അതിനേക്കാൾ എത്രത്തോളം ഇരട്ടിയായിട്ടാണ് ഇനി വരുന്നത് എന്ന് വരും ദിവസങ്ങളിലേ മനസ്സിലാവുള്ളൂ. ഈ ഒരൊറ്റ പ്രസ്താവന അവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതിനുള്ള ഒരു കോർഡിനേഷൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ കോർഡിനേഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പൊയ്ക്കൊള്ളും. നിങ്ങൾ നേരിട്ട് അവിടെ പോയി വാഹന വ്യൂഹം കൊണ്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കരുത്, മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന സെന്ററിൽ എത്തിച്ചാൽ മതി, ഞങ്ങൾ അവിടുത്തെ കളക്ഷൻ സെന്ററിലേക്ക് എത്തിച്ചോളാം എന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു മാന്യതയും മര്യാദയും വേണ്ടതും. കണ്ണൂരായാലും മലപ്പുറമായാലും കോഴിക്കോടായാലും അവിടെ കളക്ട് ചെയ്യുന്ന കളക്ടറേറ്റോ എവിടെ ആയിക്കോട്ടെ, അവിടെ കളക്ട് ചെയ്യുന്ന ആ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളെല്ലാം, ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും, ഗ്ലൗസ് അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും അതെല്ലാം മുണ്ടക്കൈയിനും അല്ലെങ്കിൽ ചൂരൽമലയ്ക്കും അടുത്തുള്ള ഒരു കളക്ഷൻ സെന്റർ ഉണ്ടാക്കി അവിടേക്ക് എത്തിക്കാനുള്ള കോർഡിനേഷൻ ചെയ്യുന്നതിന് പകരം ഒരൊറ്റ സാധനങ്ങളും അവിടേക്ക് കൊണ്ടുപോകരുത്. ഒറ്റയ്ക്കും കൂട്ടായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിയേക്കണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. അവിടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തന കാര്യം അവർക്ക് അറിയുള്ളൂ. ഇവിടെ ഏതോ പോത്തൻകോടന്മാർ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾ അതേപടി വായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുഖ്യമന്ത്രിന്റെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് സ്വന്തമായ ഒരു വിവേചനം വേണ്ടേ? മുഖ്യമന്ത്രി ചിന്തിക്കണ്ടേ? ഇത്രയധികം മലയാളികൾ പണമായിട്ടായാലും മറ്റായാലും തരാൻ വേണ്ടി മലയാളികൾ കൈമൈ മറന്ന് ചെയ്യുന്നവരാണ്. അത് കളക്ട് ചെയ്തുകൊണ്ട് പണമാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ മറ്റു ദുരിതാശ്വാസ നിധിയിലേക്കോ ഏതിലോ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് പണം ആവശ്യമുണ്ട്. ആ പണവും മറ്റ് ഉപകരണങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും ഭക്ഷണവും വസ്ത്രവും എല്ലാം അവിടെ എത്താനുള്ള സംവിധാനം ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒരുക്കണം. ഇതുപോലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇറക്കി ആ രക്ഷാപ്രവർത്തനത്തെയും അവിടുത്തെ തുടർന്നുള്ള ജീവിതത്തെയും കൂടുതൽ ദുരന്തമാക്കരുത്, ദുരിതമാക്കരുത്.